സിമ്പിൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് ഈ ഒരു മഴ സമയത്തൊക്കെ വീട്ടിലിരുന്ന് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറുപയർ പരിപ്പാണ്. തൊലിയോട് കൂടിയിട്ടുള്ള ചെറുപയർ പരിപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി പരിപ്പ് തന്നെ വേണമെന്നില്ല, മുഴുവനായിട്ടുള്ള ചെറുപയർ എടുത്താലും മതി. അതൊരു 250 ml മെഷറിംഗ് കപ്പിനകത്ത് 1 കപ്പ് അളവിൽ നിറച്ച് തന്നെ എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഒരു 2-3 വെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം നല്ല വെള്ളം തന്നെ ഒഴിച്ചിട്ട് നമുക്കിത് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. 1 മണിക്കൂർ നേരത്തേക്കാണ് ഞാനിത് കുതിർത്ത് വെച്ചിട്ടുള്ളത്. 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചെറുപയർ നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ, കൂടുതൽ അളവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള വെള്ളം കംപ്ലീറ്റ് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. ഒട്ടും വെള്ളമില്ലാതെ വേണം നമുക്ക് ഈ ഒരു ചെറുപയർ പരിപ്പ് എടുക്കാനായിട്ട്. ഇനി ഇത് ഞാൻ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടാണ് ഇത് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കുന്നത്. നല്ല രീതിയിൽ അരഞ്ഞു കിട്ടാൻ പാടില്ല, തരിതരിപ്പായിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ഞാനിത് 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഫസ്റ്റ് വെച്ച് ഞാനിവിടെ ഇതിൻ്റെ പകുതി ഭാഗത്തോളം ചെറുപയർ ഈ ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല തരിതരിപ്പായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇതുപോലെ നമുക്ക് സെക്കൻഡ് ബാച്ചും കൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതേപോലെ ഞാനിത് സെക്കൻഡ് ബാച്ചും കൂടെ നല്ല തരിതരിപ്പായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതും കൂടെ നമുക്ക് ഈ ഒരു ബൗളിനകത്തോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെറുപയർ കംപ്ലീറ്റ് ഇവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളിത് നോക്കുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ അധികം അരയാത്ത പരിപ്പ് കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അതേപോലെ തന്നെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വലിയ സ്പൂണിൽ 1.5 സ്പൂൺ അളവിലാണ് ഞാനിവിടെ കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കടലമാവ് 1.5 സ്പൂൺ അളവിൽ വലിയ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു സവാളയുടെ പകുതി ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. 3 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ നമുക്ക് നേരെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ് കേട്ടോ. നമ്മൾ കറിയിലൊക്കെ അരക്കുന്ന ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു 4 സ്റ്റെം കറിവേപ്പില. ഞാൻ ചെറിയ ഇലയുള്ള കറിവേപ്പില നോക്കി എടുത്തിട്ടുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ വലിയ ഇലയാണ് ഉള്ളതെങ്കിൽ അതൊന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തേക്കാം. പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് ഞാനിവിടെ 2 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പ് തന്നെയാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിൽ പച്ചമുളകും ചേർത്തിട്ടുണ്ട്, ചില്ലി ഫ്ലേക്സും ചേർത്തിട്ടുണ്ട്, അതേപോലെ തന്നെ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിലൊന്ന് കുഴച്ച് കൊടുക്കണം. നമ്മുടെ ഈ ഒരു ചെറുപയർ അരച്ചെടുത്തിട്ടുള്ളതും അതേപോലെ തന്നെ ആ ഒരു കടലമാവും പിന്നെ നമ്മൾ ബാക്കി ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു പൊടികളെല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് കിട്ടണം. നല്ല രീതിയിൽ കൈവച്ചിട്ട് തന്നെ ഇതേപോലെ കുഴച്ചെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത് കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും എത്തുള്ളൂ കേട്ടോ. ഉപ്പാണെങ്കിലും അല്ലാതെ പൊടികളാണെങ്കിലും ഒക്കെ എല്ലാ ഭാഗത്തും എത്തണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ കൈവച്ചിട്ട് നല്ല രീതിയിൽ ഞവടി തന്നെ ഒന്ന് കുഴച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ തന്നെ കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, ഉടനെ തന്നെ നമുക്കിതിൻ്റെ ബാക്കി കാര്യം കൂടെ നോക്കാം. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. ഇതുപോലെ അങ്ങ് ഉരുട്ടിയെടുത്തിട്ട് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പരിപ്പ് വടയൊക്കെ ചെയ്യുന്ന പോലെ കൈവെള്ളയിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഉരുട്ടി ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉൾഭാഗം വെന്ത് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ഷേപ്പിലാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്ന സമയത്ത് എല്ലാ സ്നാക്സും ഇതേപോലെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 3 ബാച്ചായിട്ടാണ് ഈ ഒരു സ്നാക്സ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ബാച്ചിൽ ഞാനൊരു 6 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു സ്നാക്സ് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തു കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് സ്നാക്സ് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്.
1 മിനിറ്റിന് ശേഷം ഞാനിത് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും 1 മിനിറ്റിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിത് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് നടുക്കൊരു ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് ഞാൻ ഒരു സ്നാക്സും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. അതേപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ അങ്ങനെ കുക്ക് ആവാണ്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന ആ ഒരു സമയം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഉരുട്ടി ഇടുന്നതിനേക്കാളും ഇതേപോലെ ഷേപ്പാക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിലൊക്കെ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. ഇത് ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മുഴുവൻ സ്നാക്സും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ 3 ബാച്ചായിട്ടാണ് സ്നാക്സ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് ബാച്ച് ഞാനിവിടെ ഫ്രൈ ചെയ്ത് കോരി മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ തേർഡ് ബാച്ചും ഞാനിവിടെ ഫ്രൈ ചെയ്ത് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ഇതേപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കാണെന്നുണ്ടെങ്കിലൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ. പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്, ഉള്ളിലും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പരിപ്പ് വടയൊക്കെ കഴിക്കുമ്പോൾ ആ ഒരു അതേ ടേസ്റ്റ് തന്നെയാണ് ഏകദേശം ഈ ഒരു വടയ്ക്കും വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിള്ളേർക്കും മുതിർന്നവർക്കും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കിടിലൻ റെസിപ്പി തന്നെയാണ്. ഇപ്പോൾ ഒരു ദിവസമെങ്കിലും ഒന്ന് വൈകിട്ട് ചായയുടെ കൂടെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം. ബൈ.